നമസ്തേ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും 5 കിലോമീറ്റർ പടിഞ്ഞാറ് ആലപ്പാട് പഞ്ചായത്തിൽ കടലിനും കായലിനും മധ്യേ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമമാണ് പണ്ടാരത്തുരുത്ത്. കാലവർഷം ശക്തിയാകുമ്പോൾ കടലിന്റെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ കാത്തുസൂക്ഷിക്കുന്നത് ശ്രീ മൂക്കുമ്പുഴ ദേവിയുടെ ശക്തി ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് വിശ്വാസം. തൊണ്ണൂറാം ആണ്ട് എൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ഞാനിവിടെ വന്ന് ചെങ്കല്ലിൻ്റെ തറയിൽ ലിംഗരൂപേണയുള്ളതായ അഷ്ടകോണോട് കൂടിയ ഒരു ദിവ്യ വിഗ്രഹത്തിലാണ് അമ്മയെ നമ്മൾ സങ്കല്പിച്ച് ആരാധിക്കുന്നത്. ആ ചെങ്കൽ തറയ്ക്ക് ചുറ്റും വെള്ളമായിരുന്നു. അവിടെ നിന്നാണ് ഇന്നീ കാണുന്ന മഹൽ ക്ഷേത്രമായത്. മൂക്കോളം വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്ന മുക്കണ്ണ സൂനുവാം ഭദ്രകാളി, ശക്തിയരുളേണം മുക്തിയരുളേണം, ഭക്തരാ ഞങ്ങളെ കാത്തിടേണം. അപ്പം ഭൂമിശാസ്ത്രപ്രകാരം തീർത്ഥത്തിനരികത്തുമാ, നദിയുടെ തീരത്തുമാ, നല്ലൊരാറ്റിനടുത്തുമാ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏതാനും മീറ്റർ മാത്രമേ ഉള്ളൂ. 100-300 മീറ്റർ പടിഞ്ഞാറോശമാരി മഹാസമുദ്രവും, അത്രയും തന്നെ കിഴക്കോട്ട് നീങ്ങിയാൽ പുഴയും, അതിനുപരിയായിട്ട് 4 വശവും ചെറിയ ദ്വീപുകളും കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഈ നാമം തന്നെ ആദ്യ പ്രതിഷ്ഠാകാലത്ത് ഇത് ഉച്ചരിക്കേണ്ടി വന്നത്. അവിടെ നിന്നാണ് ഇന്നീ കാണുന്ന മഹൽ ക്ഷേത്രം. ഈ ക്ഷേത്രം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ തീരദേശമല്ല, കൊല്ലം ജില്ലയിൽ ഇത്രയും ഗാംഭീര്യമായ കൃഷ്ണശിലയിലും മരത്തിലും ചെമ്പലും പൂർത്തീകരിച്ചിരിക്കുന്നതായ ധ്വജാതി പടഹാതി അങ്കുരാതി ഉത്തമോത്സവം നടത്തിക്കൊണ്ടിരുന്നതായ ഈ ക്ഷേത്രം അന്തഹാരം, മധ്യഹാരം, ബാഹ്യഹാരം, ശേവേലി, മര്യാദ അങ്ങനെ പഞ്ചപ്രാകാരമായി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവിടെ പുനഃപ്രതിഷ്ഠ ആരംഭിക്കാൻ പോവുകയാണ്. പണ്ടാരത്തുരുത്ത് ശ്രീ മൂക്കുമ്പുഴ ദേവീ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് സാമൂതിരി കോവിലകത്തിൽ നിന്നും ദേവിയും പരിവാരങ്ങളും ജലയാത്ര നടത്തിയെന്നും അങ്ങനെ ജലയാത്രയിലൂടെ കടന്ന് ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും അങ്ങനെ ഇവിടെ ഈ ജലാശയം കായലിൻ്റെ നടുവിൽ ഈ നൗക, അവരെ സഞ്ചരിച്ചിരുന്ന നൗക ഉറച്ച് അങ്ങനെ ദേവി കണ്ട കരയിലേക്ക് മാറിയിരുന്നെന്നും അങ്ങനെ ദേവിയുടെ ചരിത്രം ആ രീതിയിൽ ദേവി അവിടെ നിന്നും വന്ന് ഇവിടെ പ്രതിഷ്ഠിതമായി ആ ദേവിയെ ആദ്യകാലത്ത് സംരക്ഷിച്ചിരുന്നത് ഇവിടുത്തെ നാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് നാഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദേവിയായിട്ടാണ്, വെള്ളത്തിൽ കിടക്കുന്ന നാഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദേവിയായിട്ടാണ് ഈ ദേവിയെ സങ്കല്പിച്ചത്. ഇവിടെ ഈ പണിതിരിക്കുന്ന ക്ഷേത്രം ദേഹോ ദേവാലയോ ജീവോ ദേവ സദാശിവ എന്നാണ്. ശ്രീകോവൽ ഭഗവാന്റെ ശരീരവും ആ വിഗ്രഹം ദേവൻ്റെ ജീവൻ എന്ന് പറയുന്നത് പോലെ ആ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ഓരോ കൃഷ്ണശിലയിലും കേരള തത്വശാസ്ത്രപ്രകാരമുള്ളതായ കലാരൂപങ്ങളും ഓരോ മരങ്ങളിലും അതുപോലെ തന്നതായ ശാസ്ത്രീയമായ ചിത്രപ്പണികളും കൂടിയാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചപ്രാകാരമാണ്. അന്തഹാരം, മധ്യഹാരം, ബാഹ്യഹാരം, ശീവേലി. ഇനി മര്യാദ പഞ്ചപ്രാകാരം 5ാമത്തെ ശീവേലി, അതിൽ 4 വരെ ആയിട്ടുണ്ട്. 5ാമത്തെ മര്യാദ സീമ കൂടി എത്തിക്കഴിയുമ്പോൾ ഇന്നീ കാണുന്ന ക്ഷേത്രം പൂർത്തീകരിക്കുകയാണ്.
ക്ഷേത്ര നിർമ്മിതി എന്നുണ്ടായോ അന്ന് മുതൽക്കേ വളരെ ശാസ്ത്രീയമായ പൂജാവിധി നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇവിടെയാണ്. അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്ന് പറഞ്ഞ 3 ഉത്സവത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഉത്സവമാണ് അങ്കുരാദി എന്ന് പറയുന്നത്. മുളയിട്ട്, കൊടിയേറി, ശീവേലി, ശ്രീഭൂതബലി, ഉത്സവബലി, പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് അങ്ങനെയുള്ള അതിവിശിഷ്ടമായ എല്ലാ ചടങ്ങോടും കൂടി നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം ഈ പ്രദേശത്ത് ഇവിടെ മാത്രമാണ്. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം ഈ 6 മാസം ഉത്തരായണകാലം ഈ കാലത്താണ് പ്രതിഷ്ഠാകർമ്മം നടക്കാറുള്ളത്. അപ്പം അങ്ങനെ ആ പ്രതിഷ്ഠാകർമ്മത്തിൽ വിധിയാമണ്ണ് നടത്തുന്ന ഉത്സവത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരേ ഒരു ചടങ്ങാണ് ഉത്സവബലി. ആ ഉത്സവബലിയിൽ തൻ്റെ പരിവാരങ്ങളെല്ലാം നാളെ എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പായി എൻ്റെ പരിവാരങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് സംപ്രീതരാവണം. അതിനുവേണ്ടിയാണ് ഈ ഉത്സവബലി ആവാഹിച്ച് പൂജിച്ച് നേദ്യം കൊടുക്കുന്നത്. ആ സമയത്ത് ഈ കരയിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുത്ത് സംപ്രീതരാക്കും. അതിൽ പ്രധാന ചടങ്ങാണ് ജലജീവിയായ മത്സ്യത്തിന് ഊട്ടുക എന്ന് പറഞ്ഞാൽ. ക്ഷേത്രത്തിൽ അഷ്ടൈശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന 8 കോണുകളോട് കൂടിയ രൂപസാദൃശ്യമില്ലാത്ത വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദക്ഷിണ കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും ഇതുപോലൊരു പ്രതിഷ്ഠാകർമ്മം നടത്തിയിട്ടില്ല. ഇവിടുത്തെ അമ്മയുടെ പ്രതിഷ്ഠാ വിഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലത്ത് പോലെ രൂപവിഗ്രഹങ്ങളല്ല. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ശിവലിംഗം പോലെ നിൽക്കും. ശ്രദ്ധിച്ചാൽ അത് 8 കോണുണ്ട്. 8 കോണോടുകൂടി ശിവലിംഗ രൂപത്തിലുള്ളതായ അഷ്ടൈശ്വര്യ രൂപിണിയായിട്ടാണ് നമ്മളിവിടെ ആരാധിക്കപ്പെടുന്നത്. ഭദ്രേ ഭക്തപ്രിയേ ഭവഭയരഹിതേ ഭക്തവാത്സല്യപൂരേ ഭക്താനന്ദേ ഭവാനി ഭയഹരനിപുണേ ഭാനുകോടിപ്രകാശേ ഭക്താഭീഷ്ടപ്രദേ മൽ ഭയമിതു സകലം തീർത്തു നീ തീർത്ഥമോദാൻ ഭദ്രം മേ വന്ദിടാനായി ഭഗവതി കൃപയാൽ ശ്രീ മൂക്കുമ്പഴ അമ്മ. ഇതാണ് ഞങ്ങളുടെ സ്തുതി. ശ്രീ മഹാകാളി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാസരസ്വതിയാകുന്ന ത്രിശക്തികളെ സങ്കല്പിച്ചിട്ടുള്ളതായ അതിവിശിഷ്ടമായ ക്ഷേത്ര ആരാധനയാണ് ഇവിടെ നടത്തിപ്പോരുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ ചാർത്തുന്നത് നമ്മൾ സാധാരണ കാണുന്ന പോലെ ദേവിയുടെ ഒരു രൂപമല്ല. അപ്പം ശിവലിംഗത്തിൽ അഷ്ടകോണോട് കൂടിയുള്ള ആ പ്രതിഷ്ഠയിൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ ശാന്തിമാർ ദേവിയുടെ രൂപം കളഭം കൊണ്ട് ചാർത്തിയാണ് ഇവിടുത്തെ ദേവിയുടെ പ്രതിഷ്ഠയെ കാണുന്നത്. അപ്പോൾ ശിവനും ദേവിയും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ദേവിക്ക് ഇത്രയധികം ശക്തിയും ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങൾ നിത്യേന വന്നു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ശ്രീ മൂക്കുമ്പഴ അമ്മയുടെ ആലയം നിർമ്മിച്ചിരിക്കുന്നതും പൂർണ്ണമായും പൗരാണികമായ വാസ്തുശില്പ രീതിയിലാണ്. ഏകദേശം 2000 വർഷം നിലനിൽക്കുവാനുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ശ്രീ മൂക്കുമ്പഴമ്മയുടെ ആലയത്തിൻ്റെ അധിഷ്ഠാനം മുതൽ ഉത്തര കീഴ് വരെ പൂർണ്ണമായും കൃഷ്ണശിലയിൽ ശാലാകൂടത്തോടു കൂടിയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മേൽക്കൂര തേക്കിൻ തടിയിൽ ദാരുകലകളാൽ പൗരാണികമായ കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്നു. കൃഷ്ണശിലയിൽ 14 അടിയിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഗജവാളിയാണ് ശ്രീ
ശ്രീകോവിലിൻ്റെ മുഖമണ്ഡപം താങ്ങി നിർത്തിയിരിക്കുന്നത്. ഗജമുഖത്തോടു കൂടിയ 2 സോപാനങ്ങളും ശ്രീ മൂക്കുമ്പുഴ അമ്മയുടെ ശ്രീകോവിലിൻ്റെ മുൻവശം അലങ്കാരപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ക്ഷേത്രം മൂക്കുമ്പുഴ അമ്മയുടെ പ്രധാന ശ്രീകോവിലിൻ്റെ സ്ഥാനമാണ്. ഇവിടെയാണ് അമ്മ കുടികൊണ്ടത്. ഇവിടെ നിന്നാണ് അപ്പുറത്ത് പണിതിരിക്കുന്ന ശ്രീകോവിലേക്ക് അമ്മയെ മാറ്റിയിരിക്കുന്നത്. അതങ്ങനെ പണി ആരംഭിച്ചപ്പോൾ ഏതാനും നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പണി സ്തംഭിക്കുകയും അതെന്തിൻ്റെ പേരിലാണ് പണി സ്തംഭിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ ദേവഹിതമനുസരിച്ച് താൻ ഇരുന്ന സ്ഥാനം മാറിയത് അമ്മയ്ക്ക് പൂർണ്ണ സംതൃപ്തിയല്ലെന്നും ആ സ്ഥാനത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മൂലക്ഷേത്രമായി അതിമനോഹരമായി ശ്രീകോവിലിനെക്കാളും അതിമനോഹരമായ ക്ഷേത്രം നിർമ്മിച്ച് മൂലക്ഷേത്രമായി എന്നെ ആരാധിക്കണം എന്ന് പ്രശ്നവിധിയിൽ പറയുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ക്ഷേത്രം നിർമ്മിക്കാൻ ആരംഭിച്ച് അങ്ങനെ വലിപ്പമല്ല പ്രാധാന്യം അതിവിശിഷ്ടമായി അതിമനോഹരമായി കരിങ്കല്ലിലും മരത്തിലും പണിതതാണ് ഈ ശ്രീകോവിൽ. ഇതാണ് മൂലക്ഷേത്രമായി വരാൻ പോകുന്നത്. ഈ മൂലക്ഷേത്രത്തിൽ കാണുന്ന ഓരോ ചിത്രങ്ങളും, അതായത് ഇന്ദ്ര, അഗ്നി, യമ, നിരുതി, വരുണൻ, വായു, കുബേരൻ, ഈശൻ, പാതാളം, ദശദിക്ദേവന്മാർ, ഗജമുഖങ്ങൾ 4 വശവും. മാത്രമല്ല തെക്ക് ഭാഗത്ത് ബ്രഹ്മസ്ഥാനം, പടിഞ്ഞാറ് വശം വിഷ്ണു, വടക്കുവശം ദേവി, മുൻവശം പ്രധാന മൂലദേവതയും. അങ്ങനെ ആ ദേവതാബന്ധങ്ങളും ഋഷിമാല, മൃഗമാല, പക്ഷിമാല ഇങ്ങനെയുള്ളതായ വിശിഷ്ടങ്ങളായ കേരള തച്ചുശാസ്ത്രപ്രകാരമുള്ളതായ ചിത്രകലയോടുകൂടി അതിമനോഹരമായി പണിതിരിക്കുന്ന ക്ഷേത്രമാണ് ഈ മൂലക്ഷേത്രം. 4000 തച്ച് പണിതിന് കൈകൊണ്ട് പണിത ഒരു ക്ഷേത്രമാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം. അഷ്ടമംഗല ദേവപ്രശ്നവിധി പ്രകാരമുള്ള ശ്രീ മൂക്കുമ്പുഴ ദേവിയുടെ പുതിയ ശ്രീകോവിലാണ്. ശ്രീകോവിൽ ക്ഷേത്ര സമുച്ചയമാണ് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ബൃഹത്തായതും ക്ഷേത്ര സാങ്കോപാംഗങ്ങളോട് കൂടിയ ക്ഷേത്ര ശ്രീകോവിലാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 90% പണികൾ കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രം ഏകദേശം നമുക്ക് പുനഃപ്രതിഷ്ഠ കർമ്മത്തിലേക്ക് കടക്കുവാൻ സമയമായിട്ടുണ്ട്. കാണിപ്പയ്യൂരാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സ്ഥപതി. ബഹുമാന്യനായ അദ്ദേഹം നൽകിയ രൂപരേഖ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാന്യനായ ശില്പി സുനിൽജി, അദ്ദേഹം വളരെ നന്നായി തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അനേകം ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും മൂക്കുമ്പുഴ തന്നെ. അമ്മയുടെ പ്രധാന വഴിപാടാണ് നിത്യപ്പൊങ്കാല. പൂർവികന്മാർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് പരശുരാമനാലാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നൂറ്റാണ്ടുകളായി നിത്യപ്പൊങ്കാല ഭക്തജനങ്ങൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ച് അവനൊരു വഴിപാട്, അവൻ്റെ ഒരു ആഗ്രഹം ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് നിത്യപ്പൊങ്കാലയാണ്. പൊങ്കാല അർപ്പിച്ച് ദേവിയുടെ മുമ്പിൽ ആ പ്രസാദം നേദിച്ച് കൊടുത്ത് ദേവിയുടെ ആഗ്രഹങ്ങൾ ദേവിയിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പണ്ടുകാലം മുതലുള്ള ജനങ്ങളുടെ ഒരു ഇത്.
കരുനാഗപ്പള്ളി മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആചാരമാണ് മീനൂട്ട്. കടൽ തീരത്ത് വർഷം തോറും നടത്തിവരുന്ന മീനൂട്ടിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. കടലിൽ മീനൂട്ട്, അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് 365 ദിവസവും അന്നം നൽകുന്നത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നടക്കുന്ന മത്സ്യത്തിലൂടെ. അപ്പോൾ അത് മത്സ്യത്തൊഴിലാളികളുടെ ആഗ്രഹം, അല്ലെങ്കിൽ അവൻ്റെ ജീവാത്മാവായ അല്ലെങ്കിൽ അവൻ്റെ അന്നദാതാവായ മത്സ്യത്തെ ഊട്ടുക എന്നുള്ളൊരു ചടങ്ങ് കേരളത്തിൽ പക്ഷേ ഇന്ത്യയിൽ തന്നെ കടലിൽ ഇത്ര വിപുലമായി മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായി ചേർന്ന് മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്ന, നമ്മെ ഊട്ടുന്ന മത്സ്യത്തെ ഒരിക്കൽ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ 9ാം ഉത്സവമായ ഉത്സവ ബലി ദിവസം നമ്മൾ വരുണദേവനെ പൂജിച്ചുകൊണ്ട് വരുണ ഭഗവാന്റെ കളങ്ങൾ വരച്ച് അവിടെ താന്ത്രിക വിധിപ്രകാരം പൂജ ചെയ്ത് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ആ ഭക്ഷണം വളരെ ഭംഗിയായി ഇതിൻ്റെ ഘോഷയാത്രയോടുകൂടി, വളരെ കാസർഗോഡെന്ന് ഈ അമ്പലത്തിൻ്റെ ഘോഷയാത്ര കാസർഗോഡെന്ന് പോലും ഈ മീനൂട്ട് ഘോഷയാത്ര നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആളുകൾ ഈ 9ാം ഉത്സവത്തിന് മീനൂട്ട് കർമ്മത്തിൽ പങ്കെടുക്കാറുണ്ട്. സിദ്ധി പൂജയാണ് മൂക്കുമ്പുഴ അമ്പലത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാന വഴിപാട്. എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് മാംഗല്യഭാഗ്യം, സന്താനഭാഗ്യം, ഉദ്യോഗലബ്ധി, ദുഃഖനിവാരണം, തൊഴിൽ, ശത്രുദോഷ നിവാരണം, രോഗനിവാരണം, ഭവനഭാഗ്യം, കടം നിവാരണം ഇവ സിദ്ധിക്കുന്നു. 21 ആഴ്ച കാര്യസിദ്ധി പൂജയിൽ പങ്കെടുത്ത് അഭിഷേകം കണ്ടു തൊഴുത് ഒരു നാണയവും സ്വീകരിച്ച് പരാശക്തിയായ ശ്രീ മൂക്കുമ്പുഴ ദേവിയുടെ അനുഗ്രഹം വാങ്ങുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഉദ്ദേശകാര്യം നിറവേറുന്നു. പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് സർവകാര്യസിദ്ധി പൂജ എല്ലാ ചൊവ്വാഴ്ചകളിലും 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൂജയും നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെയും പോലീസ് അധികാരികളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മളത് നിർത്തി. അതോടൊപ്പം തന്നെ നിത്യ അന്നദാനം, ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ചോറ് കൊടുക്കുന്ന അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇനി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഇത്തരം ക്ഷേത്രത്തിലെ വഴിപാടുകളും ചടങ്ങുകളും വളരെ ഗംഭീരമായി നടത്തുവാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭരണസമിതി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതാണ് ഈ ദേവിയെ കാണാൻ വരുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും ഈ ദേവിയെ വന്ന് കാണുകയും ദേവിക്ക് വഴിപാട് നടത്തുകയും ചെയ്യുന്ന അനവധി മുസ്ലിം കുടുംബങ്ങൾ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് വരാറുണ്ട്. അമൃതാനന്ദമയി ദേവിയുടെ അമ്മ ജനിച്ചൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആശ്രമവുമായി ബന്ധപ്പെട്ടും ഈ ദേവിക്ക് വളരെയധികം അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ക്ഷേത്രം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ ഉള്ള ഒരു ക്ഷേത്രം തന്നെയായി മാറും. കോടിക്കണക്കിന് രൂപ ചിലവാകുന്ന രീതിയിലുള്ള ക്ഷേത്ര നിർമ്മാണ രീതിയിൽ എല്ലാ ഭക്തരുടെയും സഹായങ്ങൾ നമ്മൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സഹായങ്ങളും ചെയ്തിട്ടുള്ളവരെയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും നമ്മൾ ഈ അവസരത്തിൽ നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അതോടെ ഈ ഉത്തരായന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുവാൻ നമുക്ക് കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരുടെയും സഹായങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വേറിട്ട ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ് മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നത്. അതിശയിപ്പിക്കുന്ന ശില്പചാരുതകൾ നിറഞ്ഞ പുതിയ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മൂക്കുമ്പുഴയിലേക്കുള്ള ഭക്തജന പ്രവാഹം 10 മടങ്ങ് വർദ്ധിക്കും എന്നതിൽ സംശയമില്ല. മൂക്കുമ്പുഴ അമ്മയ്ക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.